ഗൈസ് ഞങ്ങളിപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കോട്ടേജ് കണ്ടു. ഒരു സൂപ്പർ കോട്ടേജാണ് ഗൈസ്. കാരണം ഇവിടെ ചെടികളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഉണ്ടോ, ഇവിടെ ചെടികൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. നല്ല വെയിലാണ് ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കുളമാവ് കഴിഞ്ഞിട്ടുള്ള കാനം റിസോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇടുക്കി കുളമാവ് ഡാം കണ്ടു, ഇടുക്കി ഡാം കണ്ടു, കുറേ സ്ഥലം കണ്ടു. ഞങ്ങളിപ്പോൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത് ഈ കാനം റിസോർട്ടിലാണ്. ഈ റിസോർട്ട് വന്നപ്പോഴേക്കും ഒരു വ്യൂ ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ്. ഞാൻ ആ വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇത് പൊളി വ്യൂ ആണ് ഗൈസ്. ഞെട്ടിപ്പോയി. നമ്മളിവിടെ വന്നപ്പോഴേക്കും തന്നെ വ്യൂ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും വ്യൂ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷ പോലുമില്ല. ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങി ഗൈസ്. വന്നപ്പോൾ 1:30 10 ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ മഴ പെയ്ത് തുടങ്ങി. ഇതിലെ വ്യൂ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് എൻ്റെ പുറത്തിറങ്ങി നോക്കുവാണെങ്കിൽ നല്ല തണുത്ത കാറ്റുമാണ്, നല്ല സൂപ്പർ വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ മേളിൽ തന്നെ കിഡ്സ് പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള കിഡ്സ് പാർക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ സ്ഥലത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ വ്യൂ കുറച്ച് ക്ലിയർ കാണാൻ പറ്റും. നമുക്ക് കൊണ്ട് പോവാം. പൊന്നി ഗൈസ്, സൂപ്പറാണ് ഗൈസ്. ഇത് റിയലായിട്ട് വന്നാലേ നമുക്ക് നല്ല എൻ്റെ ഇത് ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. സൂപ്പറാണത്. ഇത് നല്ല ഇവിടെ ഇപ്പോൾ മഴ പെയ്യേണ്ടതില്ലെങ്കിൽ ഒരു കസേരയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് നിൽക്കുന്നത് നല്ല സൂപ്പറാണ് ഗൈസ്. തണുത്ത കാറ്റും സൂപ്പർ വ്യൂ. ഫുള്ള് പച്ചപ്പാണ്, നിറച്ച് പച്ചപ്പാണ്. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. പക്ഷേ ഇവിടെ കുറേ കോട്ടേജസൊക്കെ ഉണ്ട്. അതിൽ മിക്കതും ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ അടുത്തത് കിഡ്സ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോവാം. അവിടെ ആരും നിൽക്കുന്നുണ്ട് ഗൈസ്. അല്ല, ഇവിടെ പോകുന്ന ഒരു 7 കൂടുതൽ തന്നെ ഇതുണ്ട്. ഈ കോട്ടേജസൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കോട്ടേജസ് കൂടെ നല്ല ക്ലീനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ല ഗൈസ്. ഇവിടെ മീനുണ്ട് ഗൈസ്. ഇതേ ഒരു മീനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ വന്നുള്ളൂ ഗൈസ്. ഇതേ കുറേ ഫിഷസൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഗൈസ് സൂപ്പറാണ് ഗൈസ്. നമുക്കിപ്പോൾ ഇതാണ് ഒരു ദിവസമൊക്കെ വന്ന് ഇവിടുന്ന് ചില്ല് ചെയ്യാനാണെങ്കിൽ നല്ല ഇതായിട്ടുള്ളൊരിതാണ്. ഫ്രണ്ട്സായിട്ട് എന്തായാലും ഫാമിലി ആയിട്ട് എന്തായാലുമൊക്കെ നല്ല ഇതായിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടുക്കിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാനം റിട്രീറ്റ് നല്ലൊരു ഓപ്ഷനാണ് റിസോർട്ടായിട്ട്. വ്യൂസും നല്ലതാണ്, നല്ലൊരു കൂളായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുമാണ്, ക്ലൈമറ്റുമാണ്.
കുട്ടികൾക്കാണെങ്കിൽ പാർക്കും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഇതായിട്ടാണ് ഈ കാരണം റിട്രീറ്റ്. ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാരണം റിട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ എൻട്രിയിലാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് കാരണം റിട്രീറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ എൻട്രി ഒന്നും മര്യാദയ്ക്ക് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ എൻട്രിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഉണ്ട് ഗൈസ്, ഇവിടെ ഫസ്റ്റ് തന്നെ കുറേ രണ്ട് സൈഡിലും കുറേ ചെടികളും കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് റോഡിലേക്ക് വരുന്ന സമയത്ത്. നമ്മളൊരു റിസോർട്ട് ഇവിടെ ഉണ്ടെന്ന് ഒട്ടും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഇതാണ് എൻ്റെ വ്യൂ. ഉണ്ട് ഗൈസ്, കാരണം ഇട്ടിട്ടുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും മരങ്ങളും ചെടികളും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ വ്യൂ ആണ് ഒരു കാര്യത്തിൽ നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. സൂപ്പർ വ്യൂ ആണ് ഇവിടുത്തെ. ചെടികളും മരങ്ങളും കൊണ്ട് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലെ മെയിൻ പ്ലേസിലേക്ക് കോട്ടേഴ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മേളിലേക്ക് നടക്കണം. അത് നമുക്ക് ഞാൻ നടന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു മിനി ഒരു ട്രീ ഹൗസ് പോലെ ഒരു വീട് പോലത്തെ സാധനം പഠിച്ചിട്ടുണ്ട്. ഒരു വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ ആയതുകൊണ്ട് അതിൽ ഭയങ്കര കുറച്ച് തണുപ്പും ഉണ്ട്, പിന്നെ വെയിലും ഉണ്ട്. നല്ലൊരു കൂൾ ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. ഹലോ ഗായ്സ്, സോ ഇപ്പോൾ ഏർലി മോർണിംഗ് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ കോട്ടേജിൽ നിൽക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴേക്കും പിന്നെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴേക്കും നല്ല ഇതായിരുന്നു, മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. ഞങ്ങൾക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചപ്പോൾ ഞങ്ങളൊരു വേറൊരു കോട്ടേജിൻ്റെ ടെറസിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യൂ ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും നല്ല വെയിലുള്ളത് കാരണം ഇത് ക്ലിയർ ആണോന്ന് അറിയില്ല. ഇത് ഇടുക്കിയിൽ ഒരു കുറച്ച് 2 ഡേയ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലം വളരെ നല്ലൊരു സ്ഥലമാണ്. കാരണം കൂൾ ക്ലൈമറ്റുമാണ്, നല്ല വ്യൂവും കിട്ടും, നല്ലൊരു സ്ഥലമാണിത്. നമുക്കിപ്പോൾ താഴേക്കോട്ടൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഇപ്പോൾ വേറെ കുറേ കോട്ടേജസൊക്കെ ഉണ്ട് ഇവിടെ. ഹലോ ഗൈസ്, സോ ഞാനിപ്പോൾ ഈ കാരണം റിട്രീറ്റിലെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഇതാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റീസ്. ഉണ്ടോ? നമ്മൾ ഫുഡ് നേരത്തെ ഓർഡർ ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ഫുഡ് നമുക്ക് രാവിലെ രാത്രിയൊക്കെ കിട്ടും. ഹലോ ഗായ്സ്, സോ ഞങ്ങളിപ്പോൾ കാരണം റിട്രീറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് ഇന്ന് ഇറങ്ങുവാണ്. ഒരു ദിവസം ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഇവിടുത്തെ റൂമുകളുടെയൊക്കെ ഒന്ന് കോട്ടേജിൻ്റെയൊക്കെ ഒരു ഫെസിലിറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്കിവിടെ ഒരു സോഫ ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ് റൂം, 4 പേർക്ക് 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് റൂം, ഒരു വാഷിംഗ് ഏരിയ, കിച്ചൺ. പിന്നെ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് 2 ബെഡ്റൂമായിരുന്നു. അതിൽ ഒരു ബെഡ്റൂം ഇതാണ്, കബോർഡും ബെഡ് ടേബിളൊക്കെ ഉണ്ട്, പിന്നെ ഒരു വാഷ്റൂമും.
ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് റൂമും. പിന്നെ നമുക്ക് ടി വി കാണാനുള്ള സൗകര്യങ്ങളും ഉണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാം ഇതാണ്. സെക്കൻഡ് റൂമിലും ഇത് തന്നെ നല്ല ബെഡുണ്ട്, കബോർഡ്, ബെഡ് ടേബിള്, വാഷ്റൂം. ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ കോട്ടേജിൻ്റെയൊക്കെ ഒരു ഫെസിലിറ്റീസാണ്.